അങ്ങനെ ഇലക്ട്രിക് സൈക്കിൾ മേടിച്ചു. കുറച്ച് നാൾ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇലക്ട്രിക് സൈക്കിൾ മേടിക്കണമെന്നേ. അപ്പോൾ ഇന്ന് ഒന്ന് നോക്കി, 2-3 മോഡലൊക്കെ നോക്കി. ഒന്ന് ഒരു റേഞ്ചർ ടൈപ്പായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ വൈഫിന് കയറാൻ ചിലപ്പോൾ പാടായിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് നോക്കി. അതാകുമ്പോൾ 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിന് 40 കിലോമീറ്റർ മൈലേജാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചവിട്ടി ഓടി ചെയ്യുകയാണെങ്കിൽ 40 കിലോമീറ്റർ കിട്ടും, അല്ല 30 കിലോമീറ്ററാണ് ഫുൾ ത്രോട്ടിൽ. പിന്നെ 5 മോഡുണ്ട് ഇതിൻ്റെ അകത്ത്. 4 മണിക്കൂറാണ് ചാർജ് ചെയ്യാൻ വേണ്ട സമയം. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ പറയാനുള്ളത് ഷോക്ക് അബ്സോർബറുണ്ട്. മാക്സിമം സ്പീഡ് പറയുന്നത് 25 കിലോമീറ്ററാണ്, അല്ലെങ്കിൽ 30 കിലോമീറ്റർ മാക്സിമം. റൈറ്റ് സൈഡിലെ ഹാൻഡിലൂടെയാണ് ത്രോട്ടിലുള്ളത്. അപ്പോൾ ഇത് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അനക്കിയാൽ നമുക്കിതിൻ്റെ മോട്ടറിൻ്റെ കണക്ഷൻ മാറിയാണ്. സാറ് സൈക്കിൾ പോലെയാവും. അപ്പോൾ ഞാൻ ഓടിച്ചൊക്കെ നോക്കി അതിൻ്റെ ഓപ്പറേഷനൊക്കെ മനസ്സിലാക്കിയായിരുന്നു. എന്നിട്ട് വൈഫ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ എക്കോ മോഡുണ്ട്, സിറ്റി മോഡുണ്ട്, പിന്നെ പവർ, ബൂസ്റ്റ് ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഓടിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇതിൻ്റെ വോൾട്ട് വരുന്നത് 36 വോൾട്ടാണ് വരുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോയി പാടുപെട്ടു, കാരണം ഇതിന് സ്വല്പം നീട്ടമുണ്ടേ. അപ്പോൾ ആദ്യം എടുത്ത് കാറിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റുന്ന പോലത്തെ കാറിൻ്റെ ബാക്ക് സീറ്റൊക്കെ മറിച്ചിട്ടൊക്കെ നോക്കി. ഒരു ഒത്തിരില്ലാത്തൊക്കെ ഏറിയായിരുന്നു, എന്നാലും ഡിക്കി അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഓർത്തു ഇങ്ങനെ ഓട്ടോയെ കൊണ്ടുവരാമെന്ന് ഓർത്തു. ഓട്ടോക്കനെ വിളിച്ചു, അകത്ത് വെച്ച് കെട്ടി വെച്ചാൽ കൊണ്ടുവന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്വല്പം ഞാൻ കറങ്ങിയൊക്കെ നോക്കി. ആദ്യം ഫസ്റ്റ് മോഡിലൊക്കെ ഇട്ട് ഓടിച്ചു നോക്കി. ഇവിടെയൊക്കെ ഓടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്പീഡ് കൂട്ടി നോക്കി. ചന്തയൊക്കെ പോയായിരുന്നു. ചന്തയിൽ പോയിട്ട് അപ്പോൾ ഒരാൾ ഓടി വന്ന് കയറി ലിഫ്റ്റ് പോയി കയറിയായിരുന്നു. അപ്പോൾ ഓടിയിട്ട് നോക്കി സ്പീഡിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ശരിക്കും വലിക്കുന്നുണ്ട്. വെയിറ്റൊന്നും കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത്. നമ്മൾ 1-2 ഇട്ട് മോഡ് മാറ്റിയിട്ട് സൈക്കിൾ ചവിട്ടിയാലും ഫോഴ്സ് മുമ്പോട്ട് പോകും. ഈ കൈ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. കയറ്റിത്തിറക്കൽ നല്ലതുകൊണ്ട്. ഇതിൻ്റെ ഗ്യാരണ്ടി വരുന്നത് 2 വർഷമാണ്. മോണ്ടർ സാപ്പ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. മോണ്ടർ സാപ്പ്. ഒന്ന് ചുറ്റിയതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ ബാറ്ററി ഒന്ന് അഴിച്ച് നോക്കി. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ബാറ്ററിക്ക്. ബാറ്ററിയാണ് ഈ വെയിറ്റ് എന്ന് മനസ്സിലായി. പിന്നെ പറയാനുള്ളത് ഫ്രണ്ട് സൈസ് ചിലപ്പം ഹൈറ്റുള്ളത് തോന്നും, കാരണം ഈ ഷോക്കർ സൈക്കിളൊക്കെ അത്യാവശ്യം ഹൈറ്റ് കൂടുതലായിരിക്കും. വേറെ 2 മോഡലുണ്ടായിരുന്നു, അതിന് ഹൈറ്റ് കുറവാണ്, അതിന് ഷോക്കില്ലാത്ത മോഡലായിരുന്നു.